ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 എന്ന കഴിഞ്ഞ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ സമീപകാല കരിയറിലെ ഏറ്റവും മികച്ച വർഷമാണല്ലോ. ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേടിയെടുത്ത 10 സിനിമകളെയാണ്. 70 കോടിയിൽ പരം കേരള കളക്ഷൻ കടന്ന സിനിമകൾ വരെയുള്ള ലിസ്റ്റിൽ ചില സിനിമകളെല്ലാം തന്നെ ഇൻഡസ്ട്രി വരെ അടിക്കുമോ എന്ന് പോലും തോന്നിപ്പിച്ച ഒരു വർഷമായിരുന്നല്ലോ കടന്നുപോയത്. എന്തായാലും മോളിവുഡിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതം എന്ന സിനിമയാണ്. ബ്ലസി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കേരളത്തിൽ നിന്നും ഫൈനലായിട്ട് 79 കോടി 28 ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് ഫഹദിന്റെ ആവേശം എന്ന സിനിമയാണ്. OTTയിൽ വേഗം റിലീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ 80 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരേണ്ടിരുന്ന സിനിമ ഫൈനലായിട്ട് 76 കോടി 10 ലക്ഷമായിരുന്നു ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് മലയാളത്തിന്റെ നിലവിലെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സ് ആണ്. 72 കോടി 2 ലക്ഷം രൂപയായിരുന്നു സിനിമ ഫൈനൽ കേരള ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. നാലാം സ്ഥാനത്ത് ടൊവിനോ നായകനെത്തിയ ARM എന്ന 3D സിനിമയാണ്. 68 കോടി 75 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ. പ്രേമലു എന്ന സിനിമയാണ് 5ാം സ്ഥാനത്ത്. 62 കോടി 75 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. 6ാം സ്ഥാനത്ത് വീണ്ടും ഒരു പൃഥ്വിരാജ് സുകുമാരൻ സിനിമയാണ്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കേരളത്തിൽ ഫൈനലായിട്ട് 48 കോടിയിൽ പരം കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. 7ാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തിലെ വലിയ ലാഭം നേടിയെടുത്ത ആസിഫ് അലി നായകനെത്തിയ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയാണ്. 41 കോടി 2 ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. 8ാം സ്ഥാനത്ത് മൾട്ടി സ്റ്റാർ സിനിമ വർഷങ്ങൾക്ക് ശേഷമാണ്. 38 കോടി 80 ലക്ഷമായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. 9ാം സ്ഥാനത്ത് ഇപ്പോഴത്തെ മാർക്കോ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. നിലവിൽ ഇതുവരെയുള്ള 13 ദിവസത്തെ സിനിമയുടെ കേരള ഗ്രോസ് 37 കോടിയിലേക്ക് അടുക്കുന്നു. അതേസമയം 10ാം സ്ഥാനത്ത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തിയ ടർബോയാണ്. 36 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ്. അപ്പോൾ ഈ പറഞ്ഞ 10 സിനിമകളാണ് പോയ വർഷത്തിൽ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ. ഉണ്ണിയുടെ മാർക്കോ സിനിമയുടെ സ്ഥാനത്തിൽ ഇനി മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ഇതേ രീതിയിൽ തന്നെ ഇനി ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത 20 സിനിമകളുടെ പട്ടിക, അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തിൽ വിജയം നേടിയെടുത്ത എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകളുടെ പട്ടിക എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ വരും. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.